പ്രിൻസിപ്പൽസ്, വൈസ് പ്രിൻസിപ്പൽസ്, അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം. ഇന്ന് 4ാം ക്ലാസ്സിലെ ഞങ്ങൾ നിങ്ങൾക്കായി ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുകയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാനും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും നമുക്ക് കഴിയണം. ഇന്നത്തെ ഞങ്ങളുടെ വിഷയം നിരീക്ഷിക്കാം, കണ്ടെത്താം. നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി സ്കൂൾ ഗായക സംഘത്തെ ക്ഷണിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 26-ാം തിരുവചനം. നിന്റെ കാലടികൾ പതിക്കുന്ന വഴികളെ നിന്റെ പാതകൾ സ്ഥിരമായിരിക്കട്ടെ. ദൈവജനമാണ് ആശ്രയിച്ചത്. കണ്ണുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ചിന്തിക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഒരു നിരീക്ഷകൻ കണ്ണുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ചിന്തിക്കുന്നു. നന്ദി. കൂട്ടുകാരെ, ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് അറിയുമോ? അത് ലാബുകളിൽ നിന്നല്ല, മറിച്ച് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധയോടെ നോക്കിയ മനുഷ്യരിൽ നിന്നാണ്. അവർ നിരീക്ഷിച്ചു, അവർ ചിന്തിച്ചു, അവർ പുതിയത് കണ്ടെത്തി. നിരീക്ഷിക്കാൻ, കണ്ടെത്താം എന്ന ഇന്നത്തെ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. നിരീക്ഷണം നിസ്സാരമല്ല. കഥാപാത്രങ്ങൾ: പ്രിയ, പ്രകൃതിയെ നിരീക്ഷിക്കാൻ താല്പര്യമുള്ള കുട്ടി. മിന്നു, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന കുട്ടി. അധ്യാപിക, രംഗമുണ്ട് സ്കൂളിൽ. കളി കഴിഞ്ഞ് വരികയാണ്. പ്രിയ, മിന്നു തന്റെ പാന്റിലും സോക്സിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില ചെറിയ വിറ്റുകളെ ദേഷ്യത്തോടെ തിരിച്ചെടുക്കുന്നു. നീ ഒന്ന് നോക്കിയേ, ഇത് എങ്ങനെയാണ് ഇത്ര ബലമായി തുണിയിൽ പറ്റിപ്പിടിക്കുന്നത്? ഇതിന് പശയൊന്നുമില്ലല്ലോ. നീ നിന്റെ ഒരു നിരീക്ഷണം തുടങ്ങിയോ? ഇതിന് മുള്ളുണ്ട്, അത് തുണിയിൽ കൊടുത്തിരിക്കുന്നു, അത്ര തന്നെ. എനിക്കിതിനൊന്നും സമയമില്ല. എല്ലാം ഇന്നു ഇതൊരു അത്ഭുതമാണ്. നോക്കൂ, ഇതിന്റെ അറ്റത്ത് ചെറിയ കൊളുത്തുകൾ പോലെയുണ്ട്. അത് നമ്മുടെ തുണിയിലെ നാരുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ? തുടങ്ങി അവരുടെ പരീക്ഷണം. നീ ഇവിടെ നിന്നോ, ഞാൻ പോകാം. രംഗം 2, ക്ലാസ് 3. അധ്യാപിക പ്രവേശിക്കുന്നു. നമസ്കാരം കുട്ടികളെ. നമസ്കാരം ടീച്ചർ. പ്രിയ, എന്തു പറ്റി? നീ എന്തോ ആലോചനയിലാണല്ലോ. ടീച്ചർ, അവൾ എപ്പോഴും ആലോചനയില്ല. എന്തു കണ്ടാലും 100 ചോദ്യങ്ങളാണ്. അതുകൊള്ളാലോ. എന്താ ഇപ്പോഴത്തെ സംശയം? ഈ വിത്തുകൾ തുണിയിൽ പറ്റിപ്പിടിക്കുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒട്ടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ ടീച്ചർ? വളരെ നല്ല ചോദ്യം പ്രിയ. നിന്റെ ഈ നിരീക്ഷണം വർഷങ്ങൾക്ക് മുൻപ് ജോർജ് ഡിമസ്റ്റർ എന്ന ഒരാൾ നടത്തിയിട്ടുണ്ട്. തന്റെ നായയുമായി നടക്കാൻ പോയപ്പോൾ നായയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരം വിത്തുകളെ അദ്ദേഹം മൈക്രോസ്കോപ്പിലൂടെ നോക്കി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ടീച്ചർ? അദ്ദേഹം അത് നിരീക്ഷിച്ചതിൽ നിന്നാണ് ഇന്ന് നമ്മൾ ബാഗിലും ചെരുപ്പിലുമൊക്കെ ഉപയോഗിക്കുന്ന വെൽക്രോ കണ്ടുപിടിച്ചത്. ഒരു വശത്ത് ചെറിയ കൊളുത്തുകളും മറുവശത്ത് ചെറിയ നൂലുകളും അത് തമ്മിൽ അമർത്തുമ്പോൾ അവ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ വെറും ശല്യമായി ഞാൻ കരുതിയ ഈ മുള്ളുകളിൽ നിന്നാണോ ഇത്ര വലിയ ഉപകാരമുള്ള സാധനം ഉണ്ടായത്? അതേ മിന്നു, ചുറ്റുമുള്ളതിനെ വെറുതെ കാണാതെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് പുതിയതെന്തെങ്കിലും കണ്ടെത്താൻ കഴിയും. നിങ്ങൾക്കാർക്കെങ്കിലും വേറെ ഉദാഹരണങ്ങൾ അറിയാമോ?
വലിയ ചായപ്പൊടി ചെറിയ ചിലുക്ക് തുണികളിലാക്കി അയച്ചു. ഇത് വെള്ളത്തിലിട്ട് ചായ ഉണ്ടാക്കാമെന്ന് ആളുകൾ നിരീക്ഷിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ടീ ബാഗുകൾ ഉണ്ടായത്. അലക്സാണ്ടർ ഫ്ലെമിംഗ് തന്റെ ലാബിലെ ഫംഗസ് ബാധിച്ച പേശികൾ നിരീക്ഷിച്ചു. ചെറിയ പൂപ്പലിൽ നിന്നാണ് ദശലക്ഷ കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച പെസെ എന്നുള്ള മരുന്ന് അദ്ദേഹം കണ്ടുപിടിച്ചത്. കൂട്ടുകാരെ, ജപ്പാനിലെ അതിവേഗ ട്രെയിനായ ബുള്ളറ്റ് ട്രെയിൻ വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് ടണലുകളിൽ ഇരുന്ന് പുറത്തു വന്നിരുന്നത്. ഇത് വലിയൊരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് എഞ്ചിനീയർമാർ പൊന്മാൻ എന്ന പക്ഷിയെ നിരീക്ഷിച്ചത്. വെള്ളത്തിന് മുകളിൽ ഇരുന്ന് ഒട്ടും വെള്ളം തെറിപ്പിക്കാതെ ശബ്ദമുണ്ടാക്കാതെ മീനെ പിടിക്കാൻ പൊന്മാനിന് കഴിയുന്നത് അതിന്റെ നീളമുള്ള ചുണ്ടുകൾ കാരണമെന്നെന്ന് അവർ കണ്ടെത്തി. അങ്ങനെ ബുള്ളറ്റ് ട്രെയിനിന്റെ മുൻഭാഗം പൊന്മാനിന്റെ ചുണ്ടിന്റെ മാതൃകയിൽ നിർമ്മിച്ചു. ഇന്ന് ആ ട്രെയിൻ ശബ്ദമില്ലാതെയും കൂടുതൽ വേഗതയിലും ഓടുന്നു. പ്രകൃതിയെ നിരീക്ഷിച്ചാൽ പരിഹാരങ്ങൾ ലഭിക്കുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണമുണ്ടോ? അതേ കുട്ടികളെ, മഹത്തായ കാര്യങ്ങൾ ചിന്തിക്കാൻ നാം മുതിർന്നവരാകേണ്ടതില്ല. നമ്മുടെ ചെറിയ ക്ലാസ് മുറികളിലും വീട്ടു പരിസരത്തും നാം നിരീക്ഷിക്കുന്നതാണ് നാളത്തെ വലിയ മാറ്റങ്ങൾ. നമ്മുടെ ചുറ്റുമുള്ള പ്രശ്നങ്ങളെ ഒരു പുതിയ ശാസ്ത്രജ്ഞന്റെ കണ്ണിലൂടെ അവയ്ക്ക് ലളിതമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. വലിയ ശാസ്ത്രജ്ഞനാകാൻ വലിയ ലാബുകൾ വേണ്ട. മറിച്ച് ശ്രദ്ധിക്കാനുള്ള ഒരു കണ്ണും ചിന്തിക്കാനുള്ള ഒരു മനസ്സും മാത്രം മതി. പക്ഷിയിൽ നിന്ന് വിമാനവും നീരിൽ നിന്ന് സബ്മറൈനും പൂപ്പലിൽ നിന്നും മരുന്നും ഉണ്ടായത് കേവലം നിരീക്ഷണയിലൂടെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ ചോദ്യങ്ങളോടെ നോക്കുക. മാറ്റങ്ങൾ നിങ്ങളിലൂടെയും സംഭവിക്കാം. നിരീക്ഷിക്കാം, കണ്ടെത്താം, ലോകത്തെ അത്ഭുതപ്പെടുത്താം. നന്ദി. ക്ഷണിക്കുന്നു. Our teaching staff and my students, a pleasant good morning to all. First of all, I would like to congratulate the students of 4th D and their class teacher, Ma'am Angel, for a beautiful assembly presentation here. Let's give them a big round of applause. Observation is the first step to learning. When we observe carefully, we understand things better and discover new ideas. The great scientists Newton and Edison made discoveries by observing small details around them. Even in our daily life, when we observe our surroundings and we learn lessons about the nature, people and ourselves. Instead of accepting everything blindly, we should ask questions, watch closely and find answers. Observation improves our thinking skills and confidence. So let us open our eyes and learn by observing and finding. Thank you. Have a nice day. Pleasant morning to one and all. Education is not only about learning lessons, but also about recognizing and rewarding hard work. Today we are here to appreciate and honor the achievers of the ECL scholarship examinations. Many students participated with great enthusiasm and their efforts truly deserve appreciation. I kindly request our esteemed principal, Reverend Father Jovi Varghese TOR, to please come forward to appreciate our students. Class 9, Artika Pramod secured 3rd rank with a cash award of ₹3,000. Arpita Krishna secured A+ with cash award of ₹500. A+ grade. S. Arjun Krishna, P. Ikshit Krishna, Devadirtha J. and Sanvi Sugesh.
round of applause. Students who secured A grade. Mida P. Anna Maria Tony. Amelia Pradeep. Abid Robin. Vaiga PJ. Siyad Sharafuddin. Nihal S. Advait Prashant. Srivarsha C. P. Nitika. Krishnendu Shashikumar. Aryaja SP. Alina and Mary and S. Ridunandana. Let's give them a big round of applause. Thank you, Father. I request our respected Vice Principal, Father Jitto, to come forward and appreciate our students. Now, Class 8, Omega S secured A++ with cash award of ₹500. We have Muhammad Shifa secured A++ with cash award of ₹500. Next, those who secured A+ grade, Nidhi Manish, Asada Krishna and Riya Manoj. Next, those who secured A grade, Nimish M, Nida Pramod, Rizul R, Gauri S. Parakel, Angelina Vijish, M. Darshana, Punya Prashant, Anne Teresa Emmanuel, Michelle S, Isa Elizabeth George, Daisy J,
Pinili Santosh, Adishankar S, Tejas S, Rosemary Devi, Arga Vijay, and Advait Siti. Thank you, Father. Let's motivate our winners with a big round of applause. Your achievement is an inspiration to all. Thank you and have a wonderful day. Look, observe and learn, and also it can tingle your curiosity. There is a seed which can fly with the help of air because it has wings, and the seed is of a Javan cucumber. It is known as Anemocori. You check out, you can see how its wings look like that bat bird, and because of this wing, this seed gets dispersed, and therefore you have new life at different places. When I was doing my degree, my botany professor was in the same way questioning our curiosity and telling us, can we use this wings, which is something like organic plastic, to make the present plastic bags or the carry bags that we use, instead of using the synthetic plastic, which is not environment friendly. So therefore, it is only your observation, your interest that really matters, that can really challenge you and therefore make the best out of what you observe. Observation alone is not enough. You observe, and therefore you think, you ponder on it, you reflect, and then you come out with ideas. വലിയ ബോക്സുകൾ